തഴവ ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് ഗ്രാമസഭ നടന്നു. വാർഡിലെ 2026-27 പദ്ധതിയിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കളുടെ പട്ടിക അംഗീകരിച്ചു. വാർഡിലെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകളും നടന്നു. തഴവ ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിലാണ് ഗ്രാമസഭ നടത്തിയത്. വാർഡിലെ 2026-27 പദ്ധതിയിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കളുടെ പട്ടിക ഗ്രാമസഭ അംഗീകരിച്ചു. വാർഡിലെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകളും നടത്തി. ഇല്ല, ഇനി തനത് ഫണ്ട് 25-26 ഒരു വർഷത്തെ തനത് ഫണ്ട് എത്രയാണെന്ന് അറിയണം. തനത് ഫണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അടയ്ക്കുന്ന നികുതി പണം, ഞാനും നിങ്ങളും എല്ലാം അടയ്ക്കുന്ന നികുതി പണം എത്രയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. 4,95,3238 രൂപ, ഏതാണ്ട് 500 ലക്ഷം രൂപ. ഈ പൈസ എന്തെടുക്കുന്നു ചോദിച്ചോ പറഞ്ഞ് അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് മെമ്പർമാരുടെ ഓണറേറിയം, ഇലക്ട്രിസിറ്റി, വെള്ളക്കരം ഇതെല്ലാം കൂടെ ചെലവായതിൻ്റെ ബാക്കി അതിനായിട്ട് 3,90,00,000 രൂപ ചിലവായിട്ടുണ്ട്. 1,34,1,64,110 രൂപ നീക്കിയിരിപ്പുണ്ട്. ഈ പൈസ എന്തെടുക്കുന്നു അറിയണം. എല്ലാ വർഷവും ഉള്ളതാണ്. അപ്പോൾ 5 വർഷത്തെ നമ്മളൊന്ന് കൂടും. 5 വർഷത്തെ കുടിക്കുമ്പോൾ 5 കോടി 6 കോടി രൂപയാ ഈ നീക്കിയിരിക്കുന്ന പൈസ. അതെന്തെടുക്കുന്നതെന്ന് അറിയണം. അതുപോലെ ദൃശ്യമലിനീകരണം പറഞ്ഞാൽ ഇത് പഞ്ചായത്ത് ഇറക്കിയതാ. ഈ റോഡ് സൈഡുകളിൽ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ലോകകപ്പ് ഫുട്ബോൾ പ്രമാണിച്ച് ഇഷ്ടം പോലെ ആൾക്കാരുടെ ഫ്ലെക്സുകൾ വെച്ചിരുന്നു. അപ്പോൾ അത് നീക്കം ചെയ്യണമെന്ന് പറഞ്ഞ് 17/6 ഇറക്കിയ ഒരു ഉത്തരവാണ് പഞ്ചായത്ത് സെക്രട്ടറി. ദൃശ്യമലിനീകരണം ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, പല മലിനീകരണമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, ഇതുപോലൊരു ഉത്തരവ് ശബ്ദമലിനീകരണം സുപ്രീം കോടതി നിരോധിച്ച കോളാമ്പികൾ ആരാധനാലയങ്ങൾ നിയമവിരുദ്ധമായി പ്രവർത്തിപ്പിച്ച് പൊതുജനത്തിന് ശല്യം ഉണ്ടാക്കും. അപ്പോൾ അത് നീക്കം ചെയ്യണമെന്നൊരു ഉത്തരവ് കൂടി ഇറക്കണം. ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തഴവ ബിജു അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീകുമാർ, നാദൃഷ, ലാൽകുമാർ, സിംലാദേവി, ബിന്ദു കോട്ടൂർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇന്ദ്രജിത്ത്, ഗോപാലകൃഷ്ണപിള്ള, പൂർണിമ, സുശീൽ കുമാർ, സിദ്ദിഖ്, ഉണ്ണികൃഷ്ണൻ കുശസ്ഥലി, ദീപ എസ്, വത്സല ശിവരാമൻ, വി രാജഗോപാൽ, സ്മിത, ശ്രീകുമാരി, രഞ്ജിനി തുടങ്ങിയവർ പങ്കെടുത്തു. വാർഡിന്റെ വികസനവുമായി ബന്ധപ്പെട്ട വിവിധ ചർച്ചകളും വയോജനങ്ങളുടെ ഫണ്ട് മാറ്റി വിനിയോഗിക്കുന്നത് തടയണമെന്നുള്ള ചർച്ചയും ഗ്രാമസഭയിൽ ഉയർന്നു വന്നു. ന്യൂസ് ബ്യൂറോ, തഴവ.